മാളു ഇതൊക്കെ പറഞ്ഞാ തീരുന്ന പ്രശ്നമല്ല ഉള്ളൂ. കുറച്ചൊക്കെ നീ അങ്ങ് സഹിക്കേ. ആണുങ്ങളായ കുറച്ച് ദേഷ്യമൊക്കെ വരും. എന്തൊക്കെയായാലും അവന് നിന്നോട് സ്നേഹമുണ്ട്. നീ നിർത്താ, ഞാൻ സംസാരിക്കാം. എന്തുവാ മാളു പ്രശ്നം? എടി ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ ഒന്ന്. ഇതൊക്കെ ഇങ്ങനെ വലുതാക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനല്ലേ സമയം കാണത്തുള്ളൂ. വേറൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ രീതികളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കണം. നീ കൊച്ചു കുഞ്ഞാന്നോ? പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഇവിടെ വന്നില്ലേ, എന്നിട്ട് പോ. നീ എന്ന് പറഞ്ഞേ അവളോട് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ. ഹലോ മാളു, അച്ഛൻ പറഞ്ഞ പോലെ ഒരാഴ്ച വേണം ഇവിടെ വന്ന് നിന്നു. നിന്റെ ചേച്ചിയുടെ കൂട്ട് ഇവിടെ വന്ന് സ്ഥിരം നിൽക്കാനാണെങ്കിൽ നടക്കത്തില്ല. ഇപ്പൊ തന്നെ ബന്ധുക്കളും നാട്ടുകാരും എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയാവോ? എന്തായാലും എന്റെ വളർത്തുവശമാന്നേ പറയത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ വല്ലതും കഴിച്ചിട്ട് പോയി കിടക്ക്. നാളെ ഞാൻ വിളിക്കാം. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യം, ഒരു പ്രശ്നം വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. അതെങ്ങനെയാ? മൂത്തേനെ കണ്ടില്ലയോ ഏളേതും പഠിക്കുന്നു. നീ വന്നോ? പോയി കുളിച്ചിട്ട് വാ, ചപ്പാത്തി എടുത്തു കഴിക്കും. അമ്മ, മാളൂരിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, ഞാൻ മെസ്സേജ് അയച്ചിട്ടൊന്നും നോക്കിയൊന്നുമില്ല. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അവക്ക് അവിടെ ഒരു കുഴപ്പമില്ല. നീ ആയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അമ്മേ, എന്റെ അടുത്ത് കള്ളം പറയണ്ട. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്തോ മനസ്സിലാവുന്നെന്നാ? അച്ഛൻ, നീ നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കി, അതുപോലെ അവിടെ ജീവിതം ഇല്ലാണ്ടാക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി വെച്ചാ മതി. ഞാൻ എന്തില്ലാണ്ടാക്കിയെന്ന് അമ്മ പറയുന്നേ? ഇപ്പൊ എനിക്കൊരു ജോലിയുണ്ട്, സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു വരുമാനമുണ്ട്. എന്റെ ഇഷ്ടം നോക്കാതെ എന്നെ ഒരാൾ തല കെട്ടിവെച്ച് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത സഹിയായിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നത്. ഈ വീട്ടിലേക്ക് വന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. ശരിക്കും ഞാൻ ഇപ്പോഴാ ജീവിക്കാൻ തുടങ്ങി. എവിടാടി ഇത്? എന്തോ നാടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഉപ്പില്ല, ഒരു കോപ്പും ഇല്ല. ഞാൻ ഇട്ടായിരുന്നല്ലോ. കഴിക്കാനുള്ള ആഹാരത്തിലൂടെ കൈ കിടക്കുന്നത്. മാളു, ബുദ്ധിമുട്ടി നീ അവിടെ നിൽക്കണ്ട. അച്ഛനും അമ്മയും പലതും പറയും. നിനക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നീ ഇങ്ങ് പോരെ. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ടെങ്കിൽ പോന്നാ മതി. ആരെയാടി വിളിക്കുന്നേ? ഒരാഴ്ചത്തേക്കെന്ന് പറഞ്ഞിട്ട് എന്തോ മാളു പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട്? ഒരാഴ്ചത്തേക്കല്ല, പിന്നെ ഒരു വക്കീലിനെ കൂടെ ഏർപ്പാടാക്കിക്കോ. എന്തെടുക്കുവാ സീമേ? മഴയായിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുവന്നോ? എന്തേലുമൊക്കെ പണി വേണ്ടേ? അത് വേണം. ശോഭേച്ചി എന്താ വന്നേ? ഒത്തിരി ദിവസം ആയില്ലേ സീമ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? എന്നാ ബായിച്ചി കേറിയിരിക്കാം. കേറി ഇരിക്കാനൊന്നും സമയമില്ല സീമേ. അദ്ദേഹം ഇപ്പൊ ഓരോന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അല്ല, മാളു വന്നിട്ടുണ്ടോ? ഉണ്ട് ചേച്ചി. കണ്ടായിരുന്നോ? ഇല്ല, കേട്ടായിരുന്നു. എന്ത്? അല്ല, മാളു വന്നിട്ടുണ്ടെന്നേ നമ്മുടെ വിജയമ്മ ചേച്ചി പറഞ്ഞായിരുന്നു. 3-4 ദിവസമായി ഇല്ലയോ? അവള് കഴിഞ്ഞ തിങ്കളാഴ്ചയാ വന്നേ. എന്ത് പറ്റി സീമേ? എന്ത് പറ്റാനാ? അല്ല, മാളു അങ്ങനെ വന്ന് നിൽക്കാറില്ലല്ലോ. അല്ലേലും കെട്ടിച്ചുവിടുന്ന മക്കൾക്കൊക്കെ അച്ഛന്റെ അമ്മയുടെയും കൂടെ വന്ന് നിൽക്കുന്നതാണല്ലോ സന്തോഷം. അവള് കുറച്ചു ദിവസം ഇവിടെ നിക്കട്ടെ ചേച്ചി, ഞങ്ങൾക്കൊരു കൂട്ടാവുമല്ലോ. കൂട്ടിന് മൂത്ത മോൾ ഇവിടെ ഉണ്ടല്ലോ. അവക്കൊരു കൂട്ടാവുമല്ലോ. അത് ശരിയാ. ഈ ആളുകൾക്കൊക്കെ എന്തോന്നാ പറയാൻ വയ്യാത്തെ സീമേ? എന്തോന്ന് പറയാൻ? ആ വിജയമ്മ ചേച്ചിയൊക്കെ എന്തൊക്കെയാ നടന്നു പറയുന്നത്. ഇതൊന്നും അറിയുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. എന്തു പറഞ്ഞു? എന്റെ സീമേ, ഞാൻ പറഞ്ഞെന്ന് പറയല്ലേടി.
അവള് പറയുവാടി മാളു അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയെന്നോ വലിയ ഇഷ്യൂ ആയെന്നോ അവളെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഇറക്കി വിട്ടതാണെന്നോ ഇങ്ങനെയൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നത്. എന്തൊക്കെ ദുഷിപ്പാടി ഈ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നത്. എന്നിട്ട് ശോഭേച്ചി എന്താ പറഞ്ഞു? അത് പിന്നെ എനിക്ക് അറിയത്തില്ലയോ. നമ്മുടെ നന്ദു നല്ല പയ്യനാ, മാളുവിനെ നല്ല പോലെ നോക്കുന്നത് എനിക്കറിയാം. ഈ നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്നേ. ഒരു വീടാകുമ്പോ അല്ലറ ചില്ലറ ഈശാഘോഷയൊക്കെ കാണും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തമ്മിൽ സംസാരവും കാണും. അതിനെന്തൊക്കെയാ ഡിവോഴ്സ് ആകാൻ പോകുന്നെന്നോ വക്കീലിനെ കാണാൻ പോകുന്നെന്നോ ഉപേക്ഷിക്കുവാന്നോ എന്തൊക്കെയാ മക്കളെ പറഞ്ഞുണ്ടാക്കുന്നത് നാട്ടുകാര്. പിന്നെ മോളെ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ, നീ ഇവരൊന്നും ആരോടും പറയാൻ നിക്കണ്ട കേട്ടോ. എന്നാ ചേച്ചി പോട്ടെ. ആന്റി ഒന്ന് നിന്നേ. എന്തോ മോളെ? അതെ, മാളും ഭർത്താവായിട്ട് നല്ല വഴക്കായിരുന്നു. വഴക്ക് മാത്രമല്ല, അവന്റെ തലമണ്ട കിട്ടാർന്ന് കൊടുത്തിട്ട് അവൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ അറിയാനും ചെറിയാനായിട്ട് വരുന്നവർക്കായി ഒരു മുറിപ്പത്തിലൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അവൾ ഇവിടെ. ചുമ്മാ ഇവിടെ നിൽക്കുന്നത്, അടക്കം ഒതുക്കം ഇല്ലാത്ത കൂട്ടങ്ങള്. ഇതൊക്കെ തന്നെ വരത്തുള്ളൂ ഇതുങ്ങൾക്കൊക്കെ. അയ്യോ, എന്തെങ്കിലുമൊക്കെ ആയിപ്പോട്ടെ നമ്മളല്ലേ. ഈ പഞ്ചായത്തിൽ ഇനി ആരും ഇല്ല അറിയാന്. മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇന്ന് കടയിൽ ചെട്ടിപ്പിരിവിന് വരുന്ന ജെസിമോൾ എന്നോട് ചോദിച്ചായിട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി. ഈ എങ്ങാണ്ട് കിടക്കുന്ന ഇവൾക്ക് ഇത് എങ്ങനെ അറിയാന്? ഒരു അസുഖം ആപത്തോ വേണ്ടപ്പെട്ടവർക്ക് വന്നാൽ പോലും ഒരു തെണ്ടി പറഞ്ഞ് നമ്മൾ അറിയത്തില്ല. ഇതൊക്കെ കാട്ടുതീ പടക്കുന്നു. അനങ്ങാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാടി? ദാമ്പത്യ ജീവിതമായ എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാത്തത്? പിള്ളേര് പറയുന്ന കേട്ടിട്ട് ഒഴിപിടിയുന്ന ബന്ധം ഒഴിയാണോ പരിഹാരം? അത്ര കണ്ട് അനുഭവിച്ചിട്ടായിരിക്കത്തില്ലോടി അവളിങ്ങനെ കട്ടായം പറയുന്നത്. എന്തായാലും അവിടെ വരെ ഒന്ന് പോകും. അവന്റെ അച്ഛനോടും അമ്മയോടും ഒന്ന് സംസാരിക്കേ. എല്ലാരോടും ഇരുന്ന് സംസാരിക്കുമ്പോ ചിലപ്പോ ആ പ്രശ്നം പരിഹരിച്ചാലോ. ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? എനിക്കും വയ്യ. എന്നാ പിന്നെ നാട്ടുകാരെ എല്ലാം കൂടെ വിളിച്ചോണ്ട് പോകും. ഇപ്പൊ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേല. അവനൊരു സൈക്കോ ആണെന്നല്ലേ പറയുന്നത്. വല്ല കള്ളോ കഞ്ചാവോ അടിച്ചു നിൽക്കുവാണെങ്കിൽ. എന്റെ ചേട്ട എന്തിനാ ഇത്ര പേടിക്കുന്നത്? നിങ്ങൾ അവനോട് സംസാരിക്കേണ്ട. അവന്റെ തന്തയും തള്ളിയില്ലയോ, അവരോട് സംസാരിക്കേ. അവനോട് സംസാരിച്ചോളുമല്ലോ. എന്തായാലും ഒന്ന് പോയിട്ട് വന്നു. തൽക്കാലം അവളുമാരാണ്. നിങ്ങളിങ്ങനെ വായം കൊടുത്തിരിക്കാതെ ഞാൻ ചോദിച്ചതിനൊക്കെ ഉത്തരം പറ. ഒരു ചെറുക്കന്റെ തലയടിച്ച് പൊട്ടിച്ച് ചവളറിഞ്ഞി പോയത്, എന്നിട്ട് ഇങ്ങനെ കേറി വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അത് അവൾ അങ്ങനെ ഒരുപാട് ഉപദ്രവിച്ചപ്പം സഹികെട്ട് ചെയ്തു പോയതല്ലേ. ആഹാ, സഹി കെട്ടാ തല്ലുവല്ലയോ? പെമ്പിള്ളാരെ മര്യാദക്ക് വളർത്തണമായിരുന്നു. ഈ മനുഷ്യൻ ഇന്നുവരെ നുള്ള മണ്ണ് വാരിയിട്ടിട്ടില്ല അവന്റെ ദേഹത്ത്. അപ്പോഴാ ഇവളുമാരെയൊക്കെ തല്ലുകൊള്ളുന്നത്. നമ്മള് നമ്മുടെ മക്കളെ തല്ലുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവര് നന്നാവാൻ വേണ്ടിയല്ലേ. അങ്ങനൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ആയി പോവില്ലായിരുന്നല്ലോ. കുറ്റം മൊത്തം ഇപ്പൊ ഞങ്ങൾക്കാ. തല്ലിയും സാധിച്ചും ഒക്കെ മോളെ വളർത്തിയായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആകത്തില്ലായിരുന്നു. അവനിപ്പോ ഇവിടെ ഇല്ലാത്തത് നിങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ നിങ്ങളുടെ അവനെ അടിച്ചു പൊട്ടിച്ചേനെ. അവന്റെ ദേഹം നൊന്നു കഴിഞ്ഞാലുണ്ടല്ലോ അവന് ഭ്രാന്ത്. അല്ലെങ്കിൽ തന്നെ അവക്ക് എന്തോത്തിന്റെ കുറവായിരുന്നു ഈ വീട്ടിൽ. അവക്ക് പഠിക്കാനോ പുറത്തു പോകാനോ ജോലി ചെയ്യാനോ ഒന്നും അവൻ സമ്മതിക്കത്തില്ലായിരുന്നല്ലോ. അവള് പുറത്തുപോയി അധ്വാനിച്ചിട്ടേ ഇവിടെ ചെലവിനൊന്നും കൊണ്ടുവരണ്ട. ഞാൻ അധ്വാനിച്ചതും എന്റെ പെൻഷൻ കാശും ഉണ്ട് ഇവിടെ ചെലവിന്. അതുകൊണ്ടാ ഇവിടെ ചെലവ് കഴിയുന്നേ. അത് മതി. അവനപ്പോ ശമ്പളമൊന്നും ഇല്ല. അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? ഇതൊക്കെ അറിയാനും ചൊറിയാനും ചെന്നിട്ടാ ഇപ്പം അവൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കാല് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ അവളോട് പറ പോയി അവന്റെ കാല് വന്ന് പിടിക്കാൻ. വേർത്തി വന്ന് നിപ്പുണ്ടല്ലോ. അല്ലെങ്കിൽ അതുപോലെ ഇവിടെ കൊണ്ടുപോയി വെച്ച് ചെലവ് കൊടുക്കും. ഇതൊക്കെ അതാ നല്ലത്. ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലേ ഇലക്കാ കേട്, മറക്കണ്ട. അച്ഛനും മുനും കൂടെ ഓരോന്നിങ്ങനെ ഒപ്പിച്ചു വെച്ചോണം. ഞാൻ എന്തോ ഒപ്പിച്ചെന്നാ? നിങ്ങൾക്ക് അവനിങ്ങനെ അതിലൊരു പങ്കുമില്ലേ? അവൻ എന്തെങ്കിലുമൊക്കെ അടിച്ച് തലയെ കിറങ്ങി ഇങ്ങോട്ട് ഇവിടെ വന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും അവനോട് ചോദിക്കുമായിരുന്നോ? അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ അവൻ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നോ? ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാലേ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നീ അല്ലേ എപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും? എന്താ? എന്ത് പറ്റി? നെഞ്ചിന് വേദന വല്ലതും ഉണ്ടോ? ഇല്ല, ഒരു ശ്വാസം മുട്ടൽ പോലെ. സാരമില്ല.
ഞാൻ കരുതി അവരുടെ അടുക്ക പോയെന്ന് സംസാരിച്ച് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന്. പോകണ്ടായിരുന്നു. ആശുപത്രിയിലെങ്ങനെ പോണോ? ചേച്ചി, എന്തോ മാണു? നിനക്ക് നാണമില്ലടി മറ്റേ മോളെ, നിന്റെ തന്തയെ പറഞ്ഞ് മധ്യസ്ഥതയ്ക്ക് വിടാൻ. എന്നെ അങ്ങ് കേറി ഉണ്ടാക്കിയിട്ട് തന്തയെ പറഞ്ഞു വിട്ടാൽ ഞാനങ്ങ് ക്ഷമിക്കുമെന്ന് കരുതിയോടി. എന്റെ തനി സ്വഭാവം നീ കാണാൻ പോകുന്നേ ഓൾറെഡി. നീ എന്ത് കരുതിയടി നിന്റെ ചേച്ചിയെ കൊണ്ട് അങ്ങ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാമെന്നോ? ഞാൻ കാണിച്ചു തരാം, നീ സുഖമായിട്ട് ജീവിക്ക്, ഞാൻ കാണിച്ചു തരാം. എന്ത് പണി അച്ചാച്ചൻ കാണിച്ചത്? എന്നോടെങ്കിലും പറഞ്ഞിട്ട് പോകട്ടായിരുന്നു. പോയേക്കുന്ന മനുഷ്യ പറ്റില്ലാത്തവരുടെയൊക്കെ കാല് പിടിക്കാൻ. അച്ഛാ 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 അച്ഛാ, മാളു, നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതും ചിന്തിച്ചിരിക്കാതെ പഠിച്ച് എക്സാം എഴുതാൻ നോക്ക്. പറ്റുന്നില്ല ചേച്ചി, ഒന്നും തലയിൽ കയറുന്നില്ല. എന്നാ നീ നേരത്തെ കിടന്നുറങ്ങ്, നാളെ കോച്ചിങ് ക്ലാസ്സിന് പോകാനുള്ളതല്ലേ. ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. മാളു, നീ ഇങ്ങനെ പേടിക്കാതെ. അവൻ നിന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ വന്നതായിരിക്കും. അല്ല, അവന്റെ കയ്യിൽ പെട്രോളോ ആസിഡോ എന്തോ ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ വന്നെന്ന് തോന്നുന്നു. മാള് മുകളിലുണ്ട്. അച്ഛാ അച്ഛാ, മോളെ, നീ ഇങ്ങനെ പേടിക്കാതെ. എവിടെ പോവാ? നീ അറിയണ്ട. അതെന്താ ഞാൻ അറിഞ്ഞാലേ? മനുഷ്യൻ ഒന്നാമത് തീ നിന്നിരിക്കുക. ഞാൻ അവന്റെ വീട് വരെ പോകും. അവിടെ പോവണ്ട, ഒന്ന് പോയി നാണം കെട്ടതല്ലയോ. അതുകൊണ്ട് തന്നെ പോന്നെ. ആ നാണക്കേട് ഞാനങ്ങ് തീർത്തോളാം. നിങ്ങൾ പോവണ്ട. അച്ചോ, മാളോ, പിന്നെ അച്ഛൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്തിന്? അത് നിങ്ങൾ അറിയണ്ട. അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. അത് തന്നെ ശരി. ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെ എനിക്കറിയാം. തൽക്കാലം നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഞാൻ പോകാൻ തീരുമാനിച്ചു തന്നെ ഇറങ്ങിയതാ. എന്നാ ഞങ്ങളും വരുന്നു. അതെന്തിനാ? എന്തിനായാലും മാളു, നീ പോയി റെഡിയാവും. നന്ദു ഇല്ല ഇവിടെ? എന്താ എന്താ ചേട്ടാ? എന്താ രണ്ടുപേരും കൂടി രാവിലെ? പ്രത്യേകിച്ചൊന്നുമില്ല. നന്ദു ഇല്ല ഇവിടെ? എന്താ? എന്തിനാ? ഒന്ന് കാണാനാ. നീ നല്ലപോലെ കണ്ടിട്ടല്ലേ ഇവിടുന്ന് പോയത്, അത് പോരെ? ആ പോരാ, ഒന്ന് വിളിക്ക്. അവൻ രാത്രിയിലും കണ്ടാ വന്ന് കിടന്നു. സാരമില്ല, വിളിക്ക്. വേണ്ടേ? ഇത് ആസിഡ്, ഇത് പെട്രോൾ. നീ ഏതാന്ന് വെച്ചാൽ എടുത്ത് പ്രയോഗിക്കും. എന്തുവാ എന്തുവാ ഇത്? എന്താ മോളെ, എന്തുണ്ടായി? ഒന്ന് തെളിച്ചു പറ.
അവൻ പെട്രോളും ആസിഡും ഒക്കെ ആയിട്ട് മാളുവിനെ വരട്ടാൻ ഇറങ്ങിയായിരുന്നു. കത്തിക്കാനും തീരാനും ഒക്കെയാണ് തീരുമാനമെങ്കിലേ നമുക്ക് എല്ലാവർക്കും കൂടെ ആകാം. അത്രേ ഉള്ളൂ. ദേ ഇത് പെട്രോള്, ഇത് ആസിഡ്. നീ ഏതാന്ന് വെച്ചാൽ എടുത്ത് പ്രയോഗിക്കും. കത്തിക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ. എന്തുവാണ് ഇത്? എന്തുവായി കേൾക്കുന്നതൊക്കെ? ഞാനൊരു ഉറപ്പ് തരാം, മോൾ എവിടെ വേണേലും പോയി പഠിക്കുകയോ ജീവിക്കുകയോ ചെയ്യും. ഇവനിൽ നിന്ന് യാതൊരുവിധ ശല്യം ഉണ്ടാകത്തില്ല. അച്ഛനാ പറയുന്നേ, എന്റെ ഉറപ്പാ. അത് മതി ചേച്ചി, വാ പോവാ. അപ്പൊ അച്ഛൻ എവിടായിരുന്നു? അപ്പൊ അത് ശരിക്കും ആസിഡും പെട്രോളും തന്നെ ആയിരുന്നു.